ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതേപോലെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജൊന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. ദോശക്ക് അരി തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഉഴുന്നിടാൻ മറന്നുപോയി കേട്ടോ. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. ഉഴുന്നിടാൻ മറന്നതുകൊണ്ട് പിന്നെ ദോശയാക്കി കേട്ടോ. പിന്നെ കുറച്ച് ചോറും കൂടെ കൂട്ടിയാണ്ട് അങ്ങനെ അരച്ചെടുത്ത് മാവ് രാത്രി റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഉഴുന്നില്ലാത്ത ദോശയാണ് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൊങ്ങി വന്നൊക്കെ ചെയ്തിട്ടുണ്ട്, മാവ് നിറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു കട്ടുണ്ട് കേട്ടോ ദോശക്ക്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. ഇനി ദോശ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിക്കൊരു കറി വേണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ എടുത്തുകൊണ്ടെന്നാണ് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ദോശ ചുടുന്നതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കാമല്ലോ. അങ്ങനെ ഉള്ളിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഒരു തക്കാളി, പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത്, ചെറിയൊരു 2-3 കുരു പുളി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു 3-4 ഒറ്റൽമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി അല്ല, ചട്നി ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് ലൂസാക്കിയിട്ട് ചമ്മന്തി ആക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെള്ളം ഒഴിക്കാൻ ഞാൻ മതി കേട്ടോ. അപ്പോൾ ദോശ ചുരുളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദോശക്കല്ല് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം നമ്മൾ തൊലി കളഞ്ഞ് കഴുകി വെച്ചാൽ ചെറിയ ഉള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. നല്ലോണം ഇങ്ങോട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ആ എണ്ണയിലിട്ടിട്ടൊന്നും ഇങ്ങോട്ട് വാട്ടി കൊടുത്താൽ മതി. അങ്ങനെ മുളകും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചെറിയ ഉള്ളിക്ക് പകരം സവാള ചേർത്താലും മതി. സവാളിനെക്കാട്ടിലും ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു സവാള അങ്ങനെ കട്ട് ചെയ്താണ്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു തക്കാളിയും കട്ട് ചെയ്ത് വെച്ച് ഇനി അതും അതിക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതേപോലെ ഒന്നും കൂടെ വഴറ്റിയെടുക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇതിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു. നല്ലോണം നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുക്കണ പോലെ വറുക്കൊന്നും വേണ്ട. ജസ്റ്റ് ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് മതി കേട്ടോ. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സിമ്പിളാട്ടോ ഇത് ഉണ്ടാക്കാൻ. ഇഡ്ഡലിക്കും അതേപോലെ തന്നെ ദോശയ്ക്കും ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പം എന്താട്ടോ ഞാനൊക്കെ ഒരു പാത്രത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ചട്ടി തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് വറ്റൽമുളക് ഇട്ട് കൊടുത്ത് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കട്ടോ. അപ്പം അരപ്പ് കുറച്ചൊരു കളറ് കുറവുണ്ടേനി. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ആ എണ്ണയ്ക്കൊന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളെ ചട്നിയൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ച വെള്ളം കുറച്ച് അധികമായിപ്പോയി. അപ്പോൾ അത്ര വെള്ളം വേണ്ട കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ജാറ് ചുഴറ്റിയാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട് നമ്മളെ കറി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം അത്രയ്ക്ക് ലൂസ് വേണ്ട. ഞാൻ സത്യത്തിൽ മറന്നാണ്ട് ഒഴിച്ചതാട്ടോ. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ചാണ്ട് ഒഴിച്ചാൽ പിന്നെ ജാറ് ചുഴറ്റിയാണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കും. അതേപോലെ മറന്നാണ്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത്ര വേണ്ടില്ലേനി. പിന്നെ മക്കൾ പറഞ്ഞു കേട്ടോ അമ്മച്ചി എത്ര വെള്ളം വേണ്ടില്ലേനി. എന്നാലും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കഴിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അടുപ്പിൽ തന്നെ പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. പിന്നെ ദോശയൊക്കെ ആയിട്ടുണ്ടല്ലോ, ചട്നി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് കേട്ടോ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. ഹൈഫക്കുട്ടി മാത്രമല്ല, ഓള് മദ്രസക്ക് പോയിക്കാണ്. റിച്ചുമോ പിന്നെ മദ്രസിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചാൽ പിന്നെ പാത്രങ്ങളുണ്ടാവും കഴുകാൻ. അങ്ങനെ പിന്നെ കുട്ടികളൊക്കെ ഇപ്പം ഫുഡ് കഴിച്ചാൽ എല്ലാവരും അവനാൻ്റെ പാത്രം അവനാൻ തന്നെ കഴുകും കേട്ടോ. അപ്പം ഒരുപാടൊന്നും ഉണ്ടാവില്ല, നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ കഴുകാൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ചിരുന്നല്ലോ, വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് കൊടുത്തു ആദ്യം. ഇനി ഇതിവിടെ കടന്നിട്ട് വേവട്ടെ. അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമുക്കൊരു കാറ്ററിംഗ് ഉണ്ട് കേട്ടോ, വൈകുന്നേരത്തിനാണ്. അപ്പം നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ ചെയ്യണം. അങ്ങനെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാബു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കൊന്ന് ചിക്കനാട്ടോ വാങ്ങിക്കണത് കറി വെക്കാൻ. പുറത്തേക്ക് കൊടുക്കാനുള്ള ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ കൊണ്ടുവന്നപ്പോൾ നമുക്കും ചിക്കനാണ് വാങ്ങിക്കണത്. കുട്ടികളോട് ചോദിച്ചാൽ എന്താ കൊണ്ടുവരേണ്ടത്, അപ്പോൾ ചിക്കൻ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞ്. മക്കൾ അങ്ങനെ തന്നെ പറയുള്ളൂ കേട്ടോ. എന്താ കൂട്ടാൻ വെക്കാൻ കൊണ്ടുവരേണ്ടി ചോദിച്ചാൽ ചിക്കൻ തന്നെ എപ്പോഴാണെങ്കിലും പറയുള്ളൂ.
അവർക്ക് മീനിനെക്കാട്ടിലും ഒക്കെ ഇഷ്ടം ചിക്കനാണ്. എനിക്കാണെങ്കിൽ മീനാട്ടോ ഇഷ്ടം. അപ്പോൾ ഓരോ ഇഷ്ടം പോലെ തന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചു. പിന്നെ ചോറ് വന്നിട്ടുണ്ട്. ഇനി റേഷൻ കടയിലത്തെ അരിയല്ല, എന്ന് ചോറിന് അരി ഇട്ടപ്പോഴേ അരി കൂടുതലായിക്കണം കേട്ടോ. എന്താ അറിയില്ല, ഇനിയിപ്പോൾ ഞാൻ 3 കപ്പ് അരി ഇടല്ലേ, ഇന്ന് 4 കപ്പ് ഇട്ടിക്കണ് തോന്നുന്നുണ്ട്. അപ്പോൾ കുറേ ചോറും ഉണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഊറ്റി വെള്ളമൊക്കെ പൊട്ടിച്ചാണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അടുപ്പത്ത് തന്നെ ഇനി ചിക്കൻ കറി ആക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ മൺചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. സവാള കട്ട് ചെയ്ത് വെച്ച് ഇനി ഇട്ട് കൊടുത്ത്, അതേപോലെ കറിവേപ്പിൻ്റെ ഇലയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ചിക്കൻ കറി തന്നെ കേട്ടോ. ചിലപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും, കുറച്ച് മസാലയൊക്കെ തേച്ചാണ്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കും, എന്നിട്ടാണ് കറി ഉണ്ടാക്കൽ. ഇന്നിപ്പം സാധാ ചിക്കൻ കറി തന്നെ കേട്ടോ, പൊരിക്കണമൊന്നുമില്ല, അങ്ങനെ തന്നെ ഉള്ളി വഴറ്റിയിട്ട് ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ സവാള ഒന്ന് നല്ലോണം വഴന്ന് വരണം. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്കൊരു കാബേജിൻ്റെ കഷ്ണം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ആക്കാമെന്ന് കരുതി. അത് ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യല്ല അരിയല്ലേ, ഞാൻ ഇതൊക്കെ ചോപ്പറിൽ ഇടലാണ്. അപ്പോൾ എൻ്റെ ചോപ്പർ ഇപ്പോൾ കേടായിക്കണം കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് ഒന്ന് വാങ്ങണം. ആ ചോപ്പറിൽ ഇട്ട് കഴിഞ്ഞാലേ നല്ല എന്താ പറയുക, നല്ല ഇതിൽ കിട്ടും കേട്ടോ. കാബേജും ബീട്രൂട്ടും ഒക്കെ അതിലിട്ടാണ്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ നോക്കുമ്പോൾ എന്താ അറിയില്ല, കുറേ ദിവസത്തേക്ക് എടുത്തിട്ടാ തോന്നുന്നുണ്ട്, തുരുമ്പ് പിടിച്ച പോലെ ഉണ്ട്. അപ്പോൾ റെഡി ആവണില്ല. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ കാബേജ് അങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇതിക്ക് സവാളൊക്കെ വഴന്ന് വന്നപ്പോൾ തക്കാളിയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വഴന്ന് വന്നു കേട്ടോ. ഇനി മസാലപ്പൊടികൾ ചേർക്കുക. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും സാധാ നമ്മളെ മസാലപ്പൊടികൾ തന്നെ കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്, വറുത്തരച്ച ചിക്കൻ മസാലപ്പൊടി കേട്ടോ ഞാൻ ചേർക്കണത്. അങ്ങനെ പറഞ്ഞാൽ തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്ത് വരുന്ന ചിക്കൻ മസാലയാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്താൽ പിന്നെ കറി നല്ല കുറുകി വരും കേട്ടോ. പിന്നെ പെരുംജീരകപ്പൊടി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പെരുംജീരകം പൊടിച്ചത് കുറച്ചുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം ഒരു കാറ്ററിംഗ് ഉണ്ടെന്ന്, അപ്പം ഞാൻ വേറെ പൊടിക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പം ഇതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ. ചിക്കൻ മസാല ചേർക്കുമ്പോൾ പിന്നെ ഇടണമെന്നില്ല. അതേപോലെ നമ്മൾ മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടിയിലും ജീരകവും അതേപോലെ ഏലക്ക ഗ്രാമ്പു അങ്ങനെയുള്ളതൊക്കെ ചേർത്താണ്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് നമുക്ക് പിന്നെ ആ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ഗരം മസാല ഒന്നും ചേർക്കണം എന്നില്ല. അതിൻ്റെ റെസിപ്പി എന്നോട് കുറേ അയക്കണ് ഓരോ കൂട്ടുകാർ ചോദിക്കൽ തുടങ്ങിയിട്ട്. ഞാൻ ഇടണമെന്ന് വിചാരിക്കും, പിന്നെ മറക്കും, അങ്ങനെ കേട്ടോ. അപ്പോൾ പൊടിച്ച് വെച്ചത് ഒന്നാമത് എൻ്റെ അടുത്തുണ്ട്, കഴിയാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി പൊടിക്കുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ അതിലിട്ടൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കനും ഒന്ന് അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അതവിടെ കടന്നിട്ട് അങ്ങനെ വന്നോളും. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. രാവിലെ അടുപ്പ് കത്തിച്ചാലേ കുക്കിങ്ങൊക്കെ എളുപ്പം തീരും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അപ്പം തന്നെ നമ്മൾ ചോറിനുള്ളതൊക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നെ കൂട്ടാനുള്ളതും അതിൻ്റെ അടിയിൽ ചോറ് പോകുമ്പോഴത്തേനും കൂട്ടാനുള്ളതൊക്കെ റെഡിയാക്കിയാലേ എളുപ്പം കുക്കിങ്ങും തീരും. പിന്നെ നമുക്ക് ക്ലീനിങ് എല്ലാം ഉണ്ടാവുള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ നമ്മളെ പണികളൊക്കെ തീരും. പിന്നെ അതേപോലെ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ അതേപോലെ മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അല്ലേ. മീൻ കറിയും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം വിറകടുപ്പ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ കരിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവും കഴുകാൻ, കുഴപ്പമൊന്നുമില്ലല്ലോ. മൺചട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, വല്ലാതായിട്ട് തേച്ച് വരച്ച് കഴുകണമെന്നൊന്നുമില്ലല്ലോ. അലുമിനിയം പാത്രങ്ങൾ അടുപ്പത്ത് വെച്ചാലാണ് കരി ഇങ്ങോട്ട് പിടിച്ചിട്ട് അത് കഴുകാനാണ് മടി ഉണ്ടാവുക. എനിക്കങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ അധികം മൺചട്ടിയും അയൺ പാത്രങ്ങളൊക്കെ തന്നെയാണ് വിറകടുപ്പിൽ യൂസ് ചെയ്യൽ. അങ്ങനെ കാബേജൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് ചെറിയൊരു കഷ്ണം സവാള കട്ട് ചെയ്തതും പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് തേങ്ങ ചിരവിയതും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചാണ്ട് അടുപ്പത്ത് വെച്ചാൽ മതി. അപ്പോൾ ചിക്കൻ കറി വേവണുള്ളൂ. അപ്പോൾ ഞാൻ ഗ്യാസുമ്മ ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ അതവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതിക്ക് ആദ്യം എണ്ണ ഒഴിച്ചാണ്ട് ഞാൻ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. പപ്പടം പൊരിച്ചിട്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ രണ്ടും ഒറ്റടിക്കണ് കഴിഞ്ഞോളും. എളുപ്പപ്പണി എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ നോക്കൂട്ടോ ഞാൻ. അപ്പോൾ പപ്പടം പൊരിച്ചാണ്ട് പിന്നെ ആ ചട്ടിക്ക് കടുക് ഇട്ട് കൊടുത്ത് അതേപോലെ കാബേജ് വയ്ക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ അത് എളുപ്പം വേവുമല്ലോ കാബേജ് ഉപ്പേരിയൊക്കെ. പിന്നെ അതിക്ക് അങ്ങനെ ഓരോന്നും ഇട്ട് കൊടുക്കാനൊന്നുമില്ല. ഇട്ട് കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും തേങ്ങയും കറിവേപ്പിൻ്റെ ഒക്കെ ഇട്ട് കൊടുത്താണ്. അപ്പോൾ അതവിടെ ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ അടച്ചു വെച്ചു. അങ്ങനെ ചിക്കൻ കറി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്, ഒക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ചിക്കനിലുള്ള നെയ്യൊക്കെ ആവും ഇതിങ്ങനെ മേലെ ഇങ്ങനെ പാകി നിൽക്കണ കണ്ടില്ലേ.
അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടോ. അപ്പം ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഈ അടുപ്പത്ത് നിന്നോട്ടെ കരുതി. ഞാൻ അടുപ്പിൽ നല്ല കനലുണ്ട്, വിറകൊക്കെ ഞാൻ എടുത്ത് മാറ്റിയാണ്. ആ കനലുമ്മൽ അങ്ങനെ കിടക്കട്ടെ. അങ്ങനെ ഇതാ ഉപ്പേരി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുക്ക് ചെയ്തതൊക്കെ ഇങ്ങനെ ഓരോ പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ കിച്ചണും നീറ്റാവും, നമ്മളെ പണികൾ പെട്ടെന്ന് തീരും ചെയ്യും. പിന്നെ കരിയുള്ള പാത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ കഴുകാൻ. കുളിക്കണീൻ്റെ മുന്നേ തന്നെ കരിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കും കേട്ടോ ഞാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വിറകടുപ്പിൽ കുക്ക് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മടുപ്പൊന്നും തോന്നില്ല. മറ്റേത് എല്ലാ പാത്രത്തുമ്പിലും ഇങ്ങനെ കരിയായി കാണുമ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കഴുകാനൊരു മടിയേക്കാരം. എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ കറി ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, സ്റ്റീലിൻ്റെ പാത്രത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ കഴുകി വെക്കും കേട്ടോ. അപ്പോൾ ഒക്കെ അകത്തേക്കൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ കാറ്ററിംഗ് ഉണ്ട് വൈകുന്നേരം എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ചിക്കനും ഞാൻ കഴുകി വെച്ചിന് കേട്ടോ, കുറച്ച് നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിലും ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചു. ഇനി ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും, വൈകുന്നേരം എടുത്തിട്ട് പൊരിക്കും. വൈകുന്നേരം പറഞ്ഞ ഒരു 5:30 ആകുമ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കണം, അപ്പോഴത്തേന് റെഡിയാക്കാനുള്ളതാണ്. അപ്പോൾ മസാല തേച്ച് വെച്ചാൽ മസാല നല്ലോണം പിടിച്ചോളും. പുറത്ത് വെക്കൂല കേട്ടോ, ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും. പിന്നെന്താ, പിന്നെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ ചോറിനുള്ള കൂട്ടാനൊക്കെ. അപ്പോൾ റിച്ചുമോ വിശക്കുണ്ട് പറഞ്ഞാണ്ട് എൻ്റെ അടുത്തുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഓനിക്കൊന്ന് ചോറ് വിളമ്പി കൊടുക്കാൻ വിചാരിച്ചു. ഞങ്ങൾക്ക് ആർക്കും കഴിക്കാനായിട്ടില്ല. ഓന് വിശക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ചോറ് എടുത്ത് അങ്ങനെ വിളമ്പുക. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇത് വീഡിയോ എടുക്കണമെങ്കിൽ നേരെ ഒരുപാടാവും. അപ്പം ചോറ് വിളമ്പി വീഡിയോയിൽ കാണിക്കലും ആയി, ഓനക്ക് കുറച്ച് ചോറ് കൊടുക്കലും ആയി വിചാരിച്ചിട്ടോ. ഇപ്പോൾ വീഡിയോ എടുത്ത് വെച്ചതൊന്നും സ്റ്റോക്കില്ല, അന്നാന്ന് എടുക്കുന്ന വീഡിയോ അന്നാന്ന് എഡിറ്റ് ചെയ്താണ്ട് വിടുകയാണ് കേട്ടോ. അപ്പോൾ 2 മണിക്കൊന്നും വീഡിയോ വരാത്തത് അതാണ്. പിന്നെ 3 മണി 4 മണിയൊക്കെ ആവും ചിലപ്പോൾ ഇപ്പോൾ വീഡിയോ വരണമെന്നുണ്ടെങ്കിൽ. അത് അന്നാന്ന് എടുക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ചോറ് വിളമ്പി കുറച്ച് ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കാബേജ് ഉപ്പേരിയും അതേപോലെ തന്നെ പപ്പടവും. ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്നലെ നമ്മൾ റിച്ചുമോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷോർട്സ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഇന്നലെ പറ്റിയില്ല. ഷോർട്സ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്തതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ബർത്ത്ഡേ ആയ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. ഒരു കേക്ക് വാങ്ങിക്കും കുട്ടികളത്, പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കലൊന്നുമില്ല. അപ്പം നമ്മൾ അല്ലൂസ് കിച്ചൺ നിങ്ങൾ ചാനൽ അവളത് കാണലുണ്ടോ ഇല്ലെന്ന് അറിയില്ല. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ടാണ്, അമ്പലപ്പടിക്കലാണ് വീട്. അപ്പോൾ അവളെ കയ്യിൽ നിന്നാണ് ഞാൻ കേക്ക് വാങ്ങിക്കൽ. അപ്പോൾ അവളോടൊരു കേക്ക് ഉണ്ടാക്കി തരുമോ ചോദിച്ച് ഇന്നലെ രാത്രി കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്യണത്. ഇത് ഈ ഒരു വീഡിയോ ഞാൻ അതിൻ്റെ ഒപ്പം അങ്ങോട്ട് കൂട്ടിയെന്നുള്ളൂ. ഈ വീഡിയോ ഇന്നലെ എടുത്തതാണ്. പിന്നെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടേനെ. അപ്പോൾ കുറേ കൂട്ടുകാർ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിന് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ ദീർഘായുസ്സും ആഫിയത്തും ഒക്കെ ഉണ്ടാവട്ടെ അല്ലേ. ഓരോ കൂട്ടുകാരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടേനെ കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും സ്വീകരിക്കട്ടെ. എനിക്ക് 2 പെൺകുട്ടികളായപ്പോഴേ ഒരു ആൺകുട്ടി ഉണ്ടാവാൻ ഭയങ്കര ആഗ്രഹമായിന്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആവൂലേ. അങ്ങനെ നോമ്പൊക്കെ നോറ്റ് നേർച്ചേർന്നുണ്ടായതാട്ടോ ഓന്. പിന്നെ നമ്മളെ ഐഫക്കുട്ടിയും, അങ്ങനെ 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് എനിക്ക്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കഴിച്ചു. പിന്നെ പെങ്ങന്മാരെ വക ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അല്ലാതെ ഉമ്മച്ചിൻ്റെ ഇപ്പച്ചിൻ്റെ വക ഗിഫ്റ്റൊന്നുമില്ല. ഓർക്ക് നമ്മൾ എന്തിനേലൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കണതൊക്കെ ഒരു കുട്ടി വെക്കുമല്ലോ, അങ്ങനെ 3 ആളും ഷെയർ ഇട്ടാണ്ട് വാങ്ങിച്ചതാണ്. ഞങ്ങൾ തന്നെ കണ്ടിട്ടില്ല കേട്ടോ. ഒരു ചിഞ്ചുമോള് പുറത്ത് പോയിന്, ചിഞ്ചുമോള് വൈഫക്കുട്ടി. അപ്പോൾ പുറത്ത് പോയി അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. ഈ കാറിൻ്റെ ഫ്രെയിമില്ലേ അതാണ് കേട്ടോ. വെറും ഒരു വണ്ടി പിരാന്തനാണ്. എപ്പം പുറത്തിറങ്ങുകയാണെങ്കിലും വെച്ച് എനിക്കൊരു കാർ വാങ്ങിത്തരുമോ ചോദിക്കും. അങ്ങനെ കാർ ഇഷ്ടം പോലെ അവൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ കേക്ക് അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിനും കേക്ക്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിനും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, നമ്മളെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.